ഈ കാണുന്നതാണ് നമ്മുടെ വീടുകളിൽ സാധാരണ ഇരിക്കുന്ന എ സി എന്ന് പറയുന്നത്. ഈ എ സി എങ്ങനെയാണ് ഇതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്തതെന്ന് പലർക്കും അറിയത്തില്ല. ഞാനിതിപ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മൾ അതിൻ്റെ ഒരു കവർ ഊരുക. ഇതിനകത്തൊരു ഫിൽറ്റർ എടുപ്പുണ്ട്. അതിനകത്തിരിക്കുന്ന പൊടിയുണ്ടോ? ഒന്ന് കാണിച്ചു തരാം. ഇതുകൊണ്ട് എന്ത് പൊടിയായിരിക്കുന്നറിയാം. ഈ പൊടി നമ്മൾ ഫിൽറ്റർ കൂടെ ക്ലീൻ ചെയ്യണം. അത് പതുക്കെ ഇങ്ങനെ നമുക്ക് അഴിക്കാവുന്ന കവർ ഊരിയിട്ട് അതിങ്ങനെ പുറത്തേക്ക് എടുക്കുക. ഇതാണ് കണ്ടോ ഫിൽറ്റർ കണ്ടോ. നമുക്ക് ഇത് മൊത്തം പൊടിയാണ്. ആ പൊടി നമ്മൾ ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിനകത്ത് എ സിയുടെ കാറ്റ് പിടിക്കത്തില്ല, കാറ്റുള്ളിലോട്ട് പിടിക്കത്തില്ല. പൊടി അടഞ്ഞത് ബ്ലോക്കാവും. കാരണം നമുക്ക് തണുപ്പ് കിട്ടത്തില്ല. എ സിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കറണ്ട് ചാർജ് കൂടും. എ സി ശരിയായ രീതിയിൽ വർക്ക് ചെയ്യത്തില്ല. പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണ്. ഇപ്പോൾ കണ്ടോ എത്ര മാറ്റം ഉണ്ടെന്നറിയാം. ഇനി നമുക്ക് അത് തിരിച്ച് അതേപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം അത് തിരിച്ച് അതേപോലെ ഫിറ്റ് ചെയ്യാം. അത് നല്ല രീതിയിൽ അത് കാറ്റ് പിടിക്കും. നല്ല കൂളിംഗ് ഉണ്ടാവും. ഇത് കുറഞ്ഞത് മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യണം. 2 ആഴ്ച കൂടുതൽ നിങ്ങൾ സ്ഥിരമായിട്ട് എ സി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ 2 ആഴ്ച ഒരിക്കലെങ്കിലും നിങ്ങളിത് ക്ലീൻ ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ അടച്ചു വയ്ക്കുക. അടക്കി നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണ്. ഇനി നമ്മൾ കവർ അതേപോലെ അടച്ചാൽ മാത്രം മതി. വളരെ ലളിതമായ പരിപാടിയാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.